സ്ഥലത്ത് നജസ് ഉണ്ടായാൽ നിസ്കാരം സഹിയാകൂല. പമ്പൈസ് ഇട്ടിട്ട് മൂത്രമൊഴിച്ച പമ്പൈസുമായിട്ട് വരുന്ന മക്കള് മുസല്ലി കയറിയാൽ വിലയില്ലാത്തവരായിട്ട് നമ്മൾ മാറിക്കൂടാ. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇപ്പോഴുള്ള ജനറേഷൻ എന്ന് പറയുന്നത് പമ്പൈസ് ജനറേഷനാണ് അല്ലെ. പമ്പൈസ് ജനറേഷനാ. ഓലെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പേര് മാറ്റിയിട്ട് വലിയ ജോറായില് പോട്ടെ അല്ലെ. പമ്പൈസ് ജനറേഷനാ എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മയും ബാപ്പയും നജസ് വെച്ച് കെട്ടിക്കൊടുത്തിട്ട് മണിക്കൂറുകളോളം ശരീരത്തിൽ വെച്ചു കൊടുത്ത മക്കളാ. എന്റെ വയല് കേൾക്കുന്ന പെങ്ങള്, വയല് കേൾക്കുന്ന ഉമ്മ, നിങ്ങൾ പമ്പൈസ് ഉണ്ടാതാണോ ഞാൻ പറയുന്നത്? നിങ്ങൾ കല്ലെടുത്തെറിയരുത്. പമ്പൈസ് ഉപയോഗിക്കണ്ടെന്നാണോ പറയുന്നത്? അല്ല. മുസ്ലിയാരെ, നിങ്ങളെ ഭാര്യക്ക് നിങ്ങൾ പമ്പൈസ് വാങ്ങിച്ചു കൊടുക്കാറില്ലേ? ഇന്നലെയും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പമ്പൈസ് വാങ്ങിച്ചു കൊടുക്കരുത് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പമ്പൈസ് ധരിപ്പിച്ചാൽ ശരീരത്തിലും മണിക്കൂറുകളോളം നജസ് കെട്ടി നിൽക്കുന്ന മക്കളായി നമ്മളെ മക്കള് മാറിക്കൂടാ. റഹ്മത്തിന്റെ മലക്കുകൾ നജസ് കിടക്കുന്ന സ്ഥലങ്ങളാകുമ്പോ നോക്കുന്നതിന് തടസ്സമായാൽ, ഒരാ കുട്ടികൾക്ക് രോഗങ്ങൾ ഉണ്ടായാൽ പിന്നെ വിഷമിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. ചെറുപ്പകാലത്ത് പമ്പൈസ് കെട്ടിക്കൊടുത്തിട്ട് ശുദ്ധീകരിക്കാത്ത ഉമ്മയായാൽ ഞങ്ങൾ ഭയങ്കര ന്യൂ ജനറേഷനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഉമ്മമാരെ. അവരുടെ പമ്പൈസ് ക്ലീൻ ആക്കി കൊടുക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്കില്ലാതെ പോയാൽ മക്കളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മളോടുണ്ടാകുന്നൊരു സ്നേഹമുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വിരല് കടിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. നമ്മളെ മുൻഗാമികളായ ഉമ്മമാർ അവരുടെ ശരീരത്തിലേക്ക് പുതുവസ്ത്രങ്ങളിലേക്ക് മൂത്രയിച്ചു കൊടുത്തവരാണ് നമ്മളെ മുൻഗാമികളായ ഉപ്പമാരുടെ കുട്ടികള്. അതുകൊണ്ട് തന്നെ ആ ഉമ്മാരോട് വലിയ കടപ്പാടാണ്. ഇന്നത്തെ മക്കളോ അതാ വയറ്റിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ഒരു ടോർച്ച് പോലും തരാത്ത ഉമ്മയല്ലേ. സ്വന്തം ഉമ്മാനെ കളിയാക്കുന്ന മക്കളായില്ലേ, ഉമ്മാനെ നിസാരപ്പെടുത്തുന്ന മക്കളായില്ലേ. വയറ്റിന്റെ ഉള്ളിൽ ഞാനല്ലേ കഷ്ടപ്പെട്ടത്, നിങ്ങൾ എന്ത് കഷ്ടപ്പാടാ കഷ്ടപ്പെട്ടത്? 10 കൊല്ലം നിങ്ങൾ വയറ്റിന്റെ ഉള്ളിൽ പിടിച്ചു വെച്ചതിന്റെ പേരിൽ ഞാനല്ലേ കഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുന്ന മക്കളായി നമ്മളെ മക്കള് മാറിപ്പോകുന്നതിന്റെ കാരണങ്ങൾ ഇത്തരം ചില കാരണങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നത്, നിങ്ങൾ പമ്പൈസ് കെട്ടിച്ചു കൊടുക്കണ്ട എന്നല്ല, അവരെ നജസിൽ നിന്ന് ചിലപ്പോൾ രക്ഷ നേടാൻ നിസ്കാരത്തിന്റെ സമയത്തും നിസ്കാരങ്ങളെ സ്ഥലങ്ങളൊക്കെ നജസിൽ നിന്ന് ശുദ്ധി ഉണ്ടാകാൻ ചിലപ്പോൾ നമ്മളെ വീടുകളിൽ അത് നല്ലതാണ്. പക്ഷേ കെട്ടിക്കൊടുത്താൽ അത് പെട്ടെന്ന് മൂത്രമൊഴിച്ചാൽ കാട്ടിച്ചാൽ മാറ്റിക്കൊടുക്കുന്ന ഒരു സ്വഭാവമില്ലാതെ കോഴികൾ അവരെ കൂട്ടിൽ കിടക്കുന്നത് പോലെ നജസിനെ കുറിച്ച് ബോധമില്ലാത്ത മക്കളായി നമ്മളെ മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ നജസാകുന്ന കള്ളു കുടിക്കുന്നതിനോ MDM